എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാമ്പ്യൻസ് ട്രോഫിയിലെ ബംഗ്ലാദേശിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് റെക്കോർഡ് വിജയം. ആദ്യ മത്സരം തന്നെ ജയിച്ച് 2 പോയിന്റ് നേടി സെമിഫൈനൽ പ്രതീക്ഷയ്ക്ക് ഇന്ത്യ തിരികൊളുത്തി. മിന്നും ഫോമിൽ കളിക്കുന്ന ഗിൽ ആണ് ഇന്നും ഇന്ത്യയുടെ രക്ഷകൻ ആയത്. ഇന്ന് ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. തുടക്കത്തിൽ കൂറ്റൻ തകർച്ച നേരിട്ടെങ്കിലും ഹൃദോയിയുടെ സെഞ്ചുറി ബംഗ്ലാദേശിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചു. ഒരു ഘട്ടത്തിൽ 35-5 എന്ന നിലയിലേക്ക് വീണ ബംഗ്ലാദേശിനെ രക്ഷിച്ചത് ഹൃദോയ്, ജാക്കർ അലി എന്നിവരുടെ പ്രകടനമായിരുന്നു. രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും നിർണായക ഘട്ടത്തിൽ ക്യാച്ചുകൾ കൈവിട്ടപ്പോൾ ഇന്ത്യയ്ക്കെതിരെ 228 റൺസ് നേടി ബംഗ്ലാദേശ്. ഇന്ത്യയ്ക്കെതിരെ ഇത് വലിയ മികവുറ്റ സ്കോറായി കണക്കാക്കാനാകില്ലെങ്കിലും 100 പോലും കടക്കില്ലെന്ന് കരുതിയ ടീമിന് ഇത് ഏറെ ആത്മവിശ്വാസം നൽകുന്ന തിരിച്ചുവരവായിരുന്നു. ആദ്യ ഓവറിലെ അവസാന പന്തിൽ സൗമ്യ സർക്കാരിനെ മുഹമ്മദ് ഷമിയും തൊട്ടടുത്ത ഓവറിൽ നജ്മുൽ ഹൊസൈൻ ഷാൻറോയെ ഹർഷിത് റാണയും പുറത്താക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ സ്കോർ ബോർഡിൽ വെറും 2 റൺസായിരുന്നു. മെഹ്ദി ഹസന്റെ വിക്കറ്റ് ഷമി നേടിയപ്പോൾ ബംഗ്ലാദേശ് 26-3 എന്ന നിലയിലേക്ക് വീണു. തൻസിദിനെയും മുഷ്ഫിഖുറിനെയും അടുത്തടുത്ത പന്തുകളിൽ പുറത്താക്കിയ അക്സറിന് ഹാട്രിക് അവസരം ലഭിച്ചുവെങ്കിലും ജാക്കർ അലിയുടെ ക്യാച്ച് കൈവിട്ട് രോഹിത് ആ അവസരം നഷ്ടപ്പെടുത്തി. 35-5 എന്ന നിലയിലേക്ക് വീണ ബംഗ്ലാദേശ് പിന്നീട് 154 റൺസാണ് 6ാം വിക്കറ്റിൽ നേടിയത്. തൗഹിദ് ഹൃദോയുടെ ക്യാച്ച് ഹാർദിക്കും കൈവിട്ടപ്പോൾ ഫീൽഡിംഗിലെ ഇന്ത്യയുടെ മോശം പ്രകടനം തുടർന്നു. ഒടുവിൽ 43ാം ഓവറിൽ മുഹമ്മദ് ഷമിയാണ് ഈ കൂട്ടുകെട്ട് തകർത്തത്. 68 റൺസ് നേടിയ ജാക്കർ അലിയുടെ വിക്കറ്റാണ് ഷമി നേടിയത്. തൗഹിദ് 100 റൺസ് നേടി. ഇന്ത്യയ്ക്ക് വേണ്ടി മുഹമ്മദ് ഷമി 5 വിക്കറ്റ് നേടി. ഹർഷിത് റാണ 3 വിക്കറ്റും നേടി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം ആണ് ലഭിച്ചത്. ഗിൽ രോഹിത് സഖ്യം അറ്റാക്ക് ചെയ്തു കളിച്ചതോടെ ബംഗ്ലാദേശ് സമ്മർദ്ദത്തിലായി. എന്നാൽ ആദ്യ പവർ പ്ലേയുടെ അവസാന ഓവറിൽ ക്യാപ്റ്റൻ രോഹിത് 41 റൺസ് നേടി പുറത്തായി. അപ്പോൾ ഇന്ത്യൻ സ്കോർ 69-1. പിന്നീട് 3ാം വിക്കറ്റ് പാർട്ണർഷിപ്പിൽ കോഹ്ലി, ഗിൽ എന്നീ താരങ്ങൾ ആണ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത്. എന്നാൽ കോഹ്ലിക്കും അധിക ആയുസ് ഉണ്ടായില്ല. 38 പന്തിൽ 22 റൺസ് നേടി താരവും പുറത്തായി. പിന്നീട് എത്തിയ ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ എന്നിവർ ഫ്ലോപ്പ് ആയപ്പോൾ ഇന്ത്യ 144 എന്ന നിലയിലേക്ക് വീണു. മറുവശത്ത് ഗിൽ ആണ് ഇന്ത്യയെ ഇന്ന് ഒറ്റയ്ക്ക് മുന്നോട്ട് നയിച്ചത്. മികച്ച പ്രകടനമാണ് താരം ഇന്ന് പുറത്തെടുത്തത്. ഒപ്പം രാഹുൽ ക്രീസിലേക്ക് എത്തി. ഇതിനിടയിൽ ഗിൽ തന്റെ തുടർച്ചയായ 4ാം അർദ്ധ സെഞ്ചുറി കുറിക്കുകയും ചെയ്തു. ഗിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിനത്തിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ഗില്ലിന്റെ ഒറ്റയാൾ പോരാട്ടം ഇന്ത്യയെ ആദ്യ വിജയത്തിലേക്ക് എത്തിച്ചു. ഇന്നത്തെ വിജയത്തോടെ ഇന്ത്യ 2 പോയിന്റുമായി 1ാം സ്ഥാനം കൈവരിച്ചു. ബംഗ്ലാദേശിനെതിരെ മികച്ച പ്രകടനമാണ് ഇന്ത്യ പുറത്തെടുത്തത്. ഇങ്ങനെ പോയാൽ ഈ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ നേടും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.